ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമായ മസാല ദോശയാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയാണ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ. ആദ്യം തന്നെ നമുക്ക് മസാല ദോശയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് 2 പൊട്ടറ്റോ, മീഡിയം സൈസിലുള്ള പൊട്ടറ്റോയാണ് ഞാനിവിടെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകാണ്, അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കൊത്തി എരിഞ്ഞെടുത്താലും മതിയാവും. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ ഇതാ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. പച്ചവെള്ളം ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയെടുത്തത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. കിഴങ്ങിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇതിലേക്ക് നമുക്കൊരല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. നമ്മുടെ മസാല ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വെറ്റായിട്ടിരിക്കണം. അതുകൊണ്ടാണ് അല്പം വെള്ളം ചേർക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മസാല കിട്ടേണ്ടത് കണ്ടോ. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള ദോശ തയ്യാറാക്കാം. ഒരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ എണ്ണ മാത്രം എടുത്താൽ മതിയാകും. ഞാൻ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സവാള വെച്ച് ഒരല്പം എണ്ണ തൂത്ത് കൊടുത്താൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ കനം കുറച്ച് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. എത്ര കനം കുറച്ച് വരുത്തുന്നോ അത്രയും ക്രിസ്പായിട്ട് കിട്ടും. കുറച്ച് എണ്ണയൊന്ന് തൂക്കി കൊടുക്കാം. ദോശ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ദോശയുടെ സൈഡൊക്കെ കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട് കണ്ടോ. ദോശ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. പല രീതിയിൽ നമുക്ക് മസാല ദോശ മടക്കിയെടുക്കാവുന്നതാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ റോളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നടുവേ 2ആയിട്ട് മടക്കിയാലും മതിയാവും. ഇവിടെ ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഒന്ന് മടക്കിയെടുക്കുന്നത്.
കണ്ടോ, നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ക്രിസ്പിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്